സോ ഹലോ നമസ്കാരം ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്കൈ ബ്ലോക്കിന്റെ 5ാമത്തെ എപ്പിസോഡ് ആയിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. സോ ഒട്ടും ടൈം വേസ്റ്റ് നേരെ വീട്ടിലേക്ക് കിടക്കാം. സോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കുക. സോ വിത്തൗട്ട് wasting any time, let's get into the video. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങും മുന്നേയുള്ള കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഉണ്ടായിരുന്നതും അതുപോലെ ലൈവ് സ്ട്രീമുകളിൽ ഉണ്ടായിരുന്നതുമായിട്ട് കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട്. അത് നമുക്ക് ആദ്യം പറഞ്ഞു തരാമേ ഞാൻ. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ലൈവ് സ്ട്രീം ഇരുന്നിട്ട് ചെയ്തൊരു സംഭവമാണ് ഈ ഒരു നമ്മുടെ ഫാം ലാൻഡ് എന്ന് പറഞ്ഞത്. ഇവിടെ മൊത്തം ക്യാരറ്റ് കൊടിഞ്ഞ് നിറച്ചു. ഇവിടെ ഇത്രയും ഫാം ലാൻഡ് നമ്മൾ ഓൾറെഡി റെഡിയാക്കി. ആൻഡ് ഓൾസോ ഇവിടെ ഞാൻ കുറച്ചധികം ഡേർട്ട് വെച്ചും ഫില്ലും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിനി ഫുഡിൻ്റെ കാര്യത്തിൽ കുറച്ച് പേടിക്കേണ്ട എന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ ഉള്ളത് നമ്മുടെ ഈ മോബ് ഫാമാണ്. ഇത് ഒരുപാട് തവണ നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടി. ക്രീപ്പർ വന്ന് പൊട്ടി മോബ് ഫാം ചിന്നിച്ചെതറിപ്പോയി സുഹൃത്തുക്കളെ. അപ്പൊ അങ്ങനെ സംഭവിച്ച ഈ മോബ് ഫാമിനെ നമ്മൾ ഒരുപാട് തവണ നമ്മൾ റീബിൽഡ് ചെയ്ത് വന്നു. അത് ക്രീപ്പർ പൊട്ടുന്നതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു സ്ലാബ് വെക്കാം. ബട്ട് സ്ലാബ് വെച്ചാലും ആ ക്രീപ്പേഴ്സ് കാണും കേസ്. ഓക്കെ, നമുക്ക് പിന്നെ ഐറ്റംസ് എടുക്കാനായിട്ട് ഇച്ചിരി ഒരു മെനക്കേടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ സ്ലാബും കാണുന്ന വെക്കാത്തത്. അതൊക്കെ വിട്ടേക്കാം. അപ്പൊ നമ്മൾ ഇന്നത്തെ മെയിൻ താരം എന്ന് പറയുന്നത് അത് നമ്മുടെ ഈ ബുക്കാണ് സുഹൃത്തുക്കളെ. ഈ ഗൈഡ് ബുക്ക് വെച്ചാണ് നമ്മൾ ഇന്നത്തെ മൊത്തം പരിപാടി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. വേൾഡ് സ്റ്റാർട്ട് ആയപ്പോൾ തന്നെ ഈ ചെസ്റ്റിന്റെ അകത്ത് കുറച്ച് സാധനങ്ങൾ കിട്ടി. ആ സാധനത്തിൽ ഒന്നായിരുന്നു ഈ ഒരു ഗൈഡ് ബുക്ക്. അപ്പൊ ഈ ഗൈഡ് ബുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് മാപ്പും ബാക്കി കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ സ്ട്രക്ചേഴ്സോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ഇത് വേൾഡിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേൾഡ് എടുത്ത് അതിൽ ഞാൻ ക്രിയേറ്റീവ് ഇട്ടിട്ട് ഇതിന്റെ അടുത്തൊന്ന് സ്പെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. ഓക്കെ, ഇതിന്റെ അടുത്ത് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടോ എന്നറിയാനായിട്ട് നമുക്ക് അടുത്ത വീട്ടിൽ പോവാമല്ലോ. അതിനു വേണ്ടി അങ്ങനെ നോക്കിയിട്ട് കാരണം വെച്ചാൽ എൻ്റെ കയ്യിൽ 18 ചങ്ക് വരെ റെൻഡർ ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പം 18 ചങ്ക് വരെ നോക്കിയാൽ നമുക്ക് അടുത്തുള്ള ഒന്നും അധികം കാണാൻ പറ്റത്തില്ല. ദൂരോട്ടുള്ളതൊന്നും അധികം കാണാൻ പറ്റത്തില്ല. ഈ ഒരു ഇത്ര ഏരിയ നമുക്ക് വിസിബിൾ ആകത്തുള്ളൂ. പിന്നെ ഒരുപാട് ദൂരെയാണ് സ്ഥലങ്ങളെങ്കിൽ നമുക്ക് ഒട്ടും അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാത്രമേ ആ ഒരു സംഭവം യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. ഇപ്പോഴും ഞാൻ നോക്കിയപ്പോൾ ഈ അടുത്തടുത്ത് ഒന്നും ഒരു സാധനം കണ്ടില്ല. അങ്ങനെ വന്നിട്ട് ഞാൻ ഈ ഗൈഡ് ബുക്ക് എടുത്ത് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് തന്നെ നമുക്ക് ഓവർ വേൾഡ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഇതെടുത്ത് നോക്കിയാൽ ഇതിൻ്റെ അകത്ത് സ്ട്രക്ചേഴ്സിൻ്റെ എല്ലാം കിടപ്പുണ്ട്. ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പം ഞാൻ സ്വാം ഹണ്ട് ക്ലിക്ക് ചെയ്തു. ഇവിടെ താഴെ കണ്ടു ഒരു കോമ്പസ്. ഈ കോമ്പസ് നോക്കി നമ്മളങ്ങ് പോയാൽ മാത്രം മതി. സോ സംഭവം എളുപ്പമാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കും ഇന്ന് നമുക്കൊരു ഷിപ്രക്ക് ഉണ്ട്, അതായത് ഓഷ്യൻ റൂയിൻസ്. അതാണ് നമ്മുടെ ഷിപ്രക്ക് എന്ന് തോന്നുന്നത്. അപ്പം നമുക്ക് ഇന്ന് ആ ഒരു ഷിപ്രക്കിലോട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ പോയി കുറച്ച് അയണും കാര്യങ്ങൾ കിട്ടുവാണെങ്കിൽ നമുക്ക് ഒരു ഫ്ലിന്റ് ആൻഡ് സ്റ്റീലും സംഭവങ്ങളൊക്കെ റെഡിയാക്കി അടുത്ത എപ്പിസോഡിൽ നമുക്ക് നെതറിലോട്ട് പോകാം ഗോയ്സ്. വേണ്ടിയുള്ള പരിപാടിക്ക് നമുക്ക് ഇന്ന് ഷിപ്രക്ക് കണ്ടുപിടിക്കാൻ പോകണം. അപ്പം അതാണ് ഇന്നത്തെ പരിപാടി. അപ്പം അതിന് വേണ്ടി കുറച്ച് സ്ലാബും അതുപോലെ കുറച്ചധികം റിസോഴ്സ് വേണം. അപ്പം ഞാൻ അതൊക്കെ പെട്ടെന്ന് കളക്ട് ചെയ്തിട്ട് വരാവേ. ഓക്കെ, ഞാൻ അപ്പോൾ സംഭവങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അത്യാവശ്യമുള്ള ബിൽഡിംഗ് ബ്ലോക്കും കുറച്ച് സ്ലാബ് നമ്മുടെ ചെസ്റ്റിലൊക്കെ ഇരുന്ന സ്ലാബും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എക്സ്പ്ലോറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങോട്ടാണ് നമ്മുടെ കാണിക്കുന്ന വേൾഡ്. എനിക്ക് തോന്നുന്നു നമ്മൾ നേരെ പോയിട്ട് റൈറ്റ് പോയി നോക്കാം. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ചെറി ഗ്രൂവ് ബയോമിലെത്തി. അവിടെ എത്തിയപ്പോഴാണ് ഇതാ കണ്ടോ, നോക്കുവി ഇതാ ഇവിടെ 2 ഷീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നും നോക്കുന്നില്ല, രണ്ടിനെ അങ്ങ് തട്ടാം. കിട്ടും. നേരെ താഴോട്ട് പോയി, കുഴപ്പമില്ല. അതുപോലെ ഇവിടെ ഒരു ഹണി കോമിന്റെ സംഭവം കിട്ടിപ്പോണ്ട് കേട്ടോ. ഇത് നമുക്ക് പിന്നീട് എടുക്കാം. സംഭവം നമ്മൾ ഈ ബയോമിലെത്തി. ഇതെല്ലാം നമ്മുടെ ടാർഗറ്റ്. നമുക്ക് ഓഷ്യൻ റീൽസ് അത് കണ്ടുപിടിക്കണം. ഇനി ഈ ഭാഗത്തോട്ടാണ് കാണിക്കുന്നത്. സോ നമ്മളൊന്ന് ചരിഞ്ഞ് പോകേണ്ടി വരും. എന്തായാലും നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ട് എത്തിയിട്ട് ഞാൻ കാണിക്കാം ഗൈസ്, അല്ലെങ്കിൽ നിങ്ങൾക്കും പോരടിക്കും എനിക്കും പോരടിക്കും. സോ ലെറ്റ്സ് ഗോ. സോ ഫൈനലി ഗൈസ്, ആഫ്റ്റർ സോ മെനി സമയത്തെ ഇങ്ങോട്ട് വരൽ നമ്മൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ ഷിപ്രക്ക് കണ്ടുപിടിച്ചു. നിങ്ങൾക്കത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ദേ കാണുന്നതാണ് നമ്മുടെ ഷിപ്രക്ക് കാര്യങ്ങളൊക്കെ. ഓൾമോസ്റ്റ് നമ്മളെത്തി. ഇനി അത്യാവശ്യം ഒരുപാട് പോകാനായിട്ടുണ്ട്. സോ എന്തായാലും കണ്ടതുകൊണ്ടുള്ളൊരു എക്സൈറ്റ്മെന്റ് ആണ് എന്നൊക്കെ പറഞ്ഞതാ. സോ നമുക്ക് നേരെ ഞാൻ കറക്റ്റ് അവിടെ കൊണ്ട് എത്തിയിട്ട് കാണാം. ഓക്കെ, സോ യെസ് ഗൈസ്, ഫൈനലി അങ്ങനെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ബട്ട് ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇനി
ബ്ലോക്ക് ഇല്ല ഗൈസ്, നമ്മുടെ കയ്യിലുള്ള ബ്ലോക്ക് അത്രയും തീർന്ന്. അതുപോലെ നമുക്കൊരു വാട്ടർ ബക്കറ്റ് നമ്മൾ എടുത്തുകൊണ്ട് വരാം, എന്നാൽ മാത്രമേ നമുക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റൂ. അപ്പോൾ അത് രണ്ടും നമുക്ക് എടുക്കണം. ഒരു ഷിവർക്ക്, അതുപോലെ എനിക്ക് തോന്നുന്നു ഇത് ടെമ്പിളാന്ന് തോന്നുന്നു. ഇതെന്ത് സംഭവം എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. എന്തായാലും 3 സംഭവമുണ്ട്, ഡീപ്പ്, മോശി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്ര എക്സ്പ്ലോർ ചെയ്യാം. അപ്പം ഞാൻ ഇനി നേരെ തിരിച്ച് ബേസിലോട്ട്, ഇനി എന്തോരം ദൂരം ഉണ്ടോ എന്തോ, തിരിച്ച് ബേസിലോട്ട് പോയിട്ട് ബാക്കി റിസോഴ്സും കൂടി എടുത്തുകൊണ്ട് വരാം. ഓക്കെ ഞാൻ അങ്ങനെ ഫൈനലി ബേസിൽ വന്നു, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു. ഇനി നമുക്ക് തിരിച്ചു പോകാം. അതുപോലെ കുറച്ച് ഫുഡും കൂടെ എടുത്തു കേട്ടോ. എന്തായാലും ഇനി നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ വന്ന വഴി നേരെ തിരിച്ചു പോകാം കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ ഒരു വിധത്തിൽ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. നമ്മൾ വാട്ടർ ബക്കറ്റ് എടുത്തുകൊണ്ട് അങ്ങ് എത്തി. അതുപോലെ നമ്മൾ ഓൾമോസ്റ്റ് ഷിപ്രക്കിൻ്റെ പകുതിയോളം സൈഡിലോട്ട് എത്തി കേസ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നമ്മൾ ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കാം, എന്നിട്ട് നൈസായിട്ട് നമുക്ക് താഴോട്ട് പോകാമെന്നാണ് വിചാരിച്ച്. കറക്റ്റായിട്ട് വെള്ളം ഞാൻ എത്തുമല്ലോ, കറക്റ്റായിട്ട് എത്തുന്നുണ്ട്. ഇനി നമുക്ക് നൈസായിട്ട് ഈ വെള്ളത്തിൽ കൂടി ഇറങ്ങി ചാടി പതുക്കെ പതുക്കെ. ഓ സെറ്റ്, ഫൈനലി നമ്മുടെ ഷിപ്രക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇതാണ് ഒരു ചെസ്റ്റേ ഉള്ളൂ. അയ്യോ, ഒരു ചെസ്റ്റ് എന്തായാലും ഉണ്ട്. ഒരു ചെസ്റ്റേ ഉണ്ടെന്നല്ല, ഒരു ചെസ്റ്റേ ഉള്ളത് നമുക്ക് എന്തായാലും നോക്കാം. ഇവിടെ ഓക്കെ, ആ ഉള്ള ഒരു ചെസ്റ്റ് നമുക്ക് തുറന്നാൽ ആവശ്യത്തിന് വന്ന സാധനങ്ങൾ കിട്ടിയില്ല. കുറച്ച് ക്യാരറ്റ്, അതുപോലെ കോസ്റ്റ് ആർമർ ട്രിം, അതെന്തായാലും നല്ല കാര്യമാണ്. അതുപോലെ ലെതറിന്റെ സാധനങ്ങൾ പ്രത്യേകിച്ച് ഉപയോഗമില്ലല്ലോ ഈശ്വര. ഇതൊന്നും നമുക്ക് അധികം ഉപയോഗമില്ലാത്ത സാധനങ്ങളാണല്ലോ. ഒരു സസ്പീഷ്യസ് സ്റ്റൂ ഇട്ടിട്ടുണ്ട്, അതെന്തായാലും നമുക്ക് യൂസ് ആവും, അതെന്തായാലും ഇരുന്നോട്ടെ. അതുപോലെ ഇവിടെ ഇനി ചെസ്റ്റിന്റെ ആവശ്യമില്ല, ഇനി ചെസ്റ്റ് നമ്മുടെ അല്ലേ. ഒക്കെ അതും പൊട്ടിച്ച് കയ്യിലെടുത്തു. ഇനി നമുക്ക് ഇതുപോലെ അപ്പുറത്തും ഉണ്ട് ഇതുപോലെ ഉള്ള ചെസ്റ്റ് അല്ല, ഇതുപോലത്തെ 2-3 സ്ട്രക്ചേഴ്സ്. അപ്പോൾ നമുക്ക് ആ സ്ട്രക്ചേഴ്സും കൂടി ഒന്ന് പോയി നോക്കാം. എന്തെങ്കിലും അവിടെ നിന്ന് കിട്ടുവാണെങ്കിൽ നമ്മൾ വിജയിച്ചു സുഹൃത്തുക്കളെ. സോ നമുക്ക് അതും കൂടി എന്തായാലും ഒന്ന് പോയി തപ്പി നോക്കാം. നമ്മൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നോ, ഇവിടെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒക്കെ, ഇവിടെ സീ ലാൻഡഡ് ഉണ്ട്. ബട്ട് ഇതിപ്പോൾ പൊട്ടിച്ചാൽ അത് കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇതെന്താ സംഭവം സത്യം പറഞ്ഞാൽ? നമ്മളും കൂടി തറയിലോട്ട് പോകുന്നതാണ്. ഓക്കെ, എന്തോ ഒരു ഷാഡ് കിട്ടി. ഇതെന്താ? എന്തോ ഷാഡ് കിട്ടി. ഓക്കെ, പ്രിസ്മറൈൻ ക്രിസ്റ്റൽ കിട്ടി. ഇതൊക്കെ ഇങ്ങനെയായിരുന്നല്ലേ. ഓക്കെ, ഡീപ്പ് വാം ഓഷ്യൻ, ഇത് ഡീപ്പ് വാം ഓഷ്യൻ, അത് ലൂക്ക് വാം ഓഷ്യൻ. അപ്പം അപ്പുറത്തുള്ളത് എന്തോ വാം ഓഷ്യനോ ഒക്കെ എന്തൊക്കെയോ 2-3 സെറ്റപ്പ് ഉണ്ട്. എന്തായാലും ഒരു സ്ട്രക്ചർ കൂടി കണ്ടുപിടിച്ച് സന്തോഷം. ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്ക് ഇനി അപ്പുറത്തെ സ്ട്രക്ചറിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അടുത്ത സ്ട്രക്ചറിലെത്തി. ഇത് ഡീപ്പ് കോൾഡ് ഓഷ്യൻ. ഇവിടെയൊക്കെ എന്തിനാണ് ഇങ്ങനത്തെ 2-3 സെറ്റപ്പ് എന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ നിന്ന് പ്രത്യേകിച്ച് നമുക്ക് കിട്ടാനായിട്ട് സാധന ജംഗമ വസ്തുക്കളൊന്നും ഇല്ല. ഈ ഒരു ബ്ലോക്ക് ഉണ്ട്, കുറച്ച് ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഈ സ്റ്റോൺ ബ്രിക്ക് നമുക്ക് എന്തായാലും യൂസ് ആവും. കുറച്ച് സ്റ്റോൺ ബ്രിക്ക് എടുത്തുകൊണ്ട് പോകാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് യൂസ് ആക്കാമല്ലോ. അതുപോലെ കുറച്ചധികം ഗ്രാവലുണ്ട്. ഇപ്പം തൽക്കാലം ഈ ഗ്രാവൽ നമ്മൾ എടുക്കുന്നില്ല സുഹൃത്തുക്കളെ, ബട്ട് ആവശ്യമുണ്ട്. സോ അപ്പോൾ ഗ്രാവൽ എടുക്കാനായിട്ട് നമുക്ക് എന്തായാലും ഒരു വരവും കൂടി വരേണ്ടി വരും. എന്തായാലും നൈറ്റ് ആവുന്നുണ്ട്, അതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് പോകാം. കാരണം ഇവിടെ മോബ് സ്പോൺ ആവും, അവന്മാർ സ്കെൽട്ടനൊക്കെ ആണെങ്കിൽ നമ്മൾ അടിച്ച് തറയിടും. ഇനി നമുക്ക് നേരെ നമ്മുടെ ബേസിലോട്ട് പോകാൻ തിരിച്ച്. ഓക്കെ, നമ്മൾ ഫൈനലി നമ്മുടെ ബേസിലെത്തി. ഇനി നൈറ്റ് ആണ്, നമുക്ക് ഫസ്റ്റ് കിടന്നുറങ്ങാം. ഓക്കെ, കിടന്നുറങ്ങിയതിന് ശേഷം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബാക്കി ഇവിടെ വന്ന ലൂട്ട് എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ മരണം ഇപ്പോൾ ഉണ്ട്. നമുക്ക് അവിടെ നിന്നൊരു ചെസ്റ്റ് കിട്ടിയായിരുന്നു. ഈ ചെസ്റ്റ് നമുക്ക് തൽക്കാലം ഇതിന്റെ പുറത്ത് ഇരുന്നോട്ടെ. അപ്പൊ അവിടെ നിന്ന് കിട്ടിയ സാധനങ്ങളും കുറച്ച് വാല്യുബിൾസ്, ഈ ചെസ്റ്റ് നമുക്ക് വാല്യുബിൾ ചെസ്റ്റായി പ്രഖ്യാപിക്കാം. ഓക്കെ, നമുക്ക് വാല്യുബിൾസ് കിട്ടുന്നതൊക്കെ നമുക്ക് ഇതിന്റെ അകത്തോട്ട് വെക്കാം. അതുപോലെ കുറച്ച് ക്രിസ്റ്റല്, ഈ ഒരു സ്റ്റൂ നമുക്ക് എന്തായാലും യൂസ് ആവും. ഇപ്പോഴേ നമുക്ക് ഡ്രാഗനെ കൊല്ലാൻ പോകുന്ന സമയത്ത് നമുക്ക് ആ സ്റ്റൂ യൂസ് ആക്കാം ഗൈസ്. യെസ് ഗൈസ്, നമ്മുടെ ചാനലില് നമ്മൾ ഡെയിലി ലൈവ് സ്ട്രീംസ് ചെയ്യുന്നുണ്ട്. മേ ബി ഇടയ്ക്കിടയ്ക്ക് 1-2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്നാലും നമ്മൾ മാക്സിമം ഡെയിലി ലൈവ് സ്ട്രീംസുകളൊക്കെ ഇപ്പം ചെയ്ത് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഈ സ്കൈ ബ്ലോക്കിൻ്റെ തന്നെ ബാക്കി പാർട്ട് ഒക്കെ നമ്മൾ ലൈവ് സ്ട്രീമിലായിരിക്കും. ഒരുപാട് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വരാനായിട്ട് പോകുന്നു. സോ നിങ്ങൾ ലൈവും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഡെയിലി 7 മണിക്കായിരിക്കും, വൈകുന്നേരം 7 മണിക്കായിരിക്കും നമ്മൾ സ്ട്രീമുകളൊക്കെ വരിക. സോ അപ്പോൾ അതും കൂടി നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ സീരീസ് എൻഡ് ചെയ്യണം. എന്നിട്ട് വേറെ കുറച്ച് പരിപാടികളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പം അതിൻ്റെ കുറച്ച് പരിപാടികൾ. അപ്പം നെക്സ്റ്റ് എപ്പിസോഡ് നമുക്ക് നെതർ കാര്യങ്ങൾ വിസിറ്റ് ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് പെട്ടെന്ന് മുന്നോട്ട് പോകാം. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. പൊളിച്ചെടുക്കുക. അപ്പം മറ്റൊരു കിട്ടിക്കാച്ച് വീഡിയോ അല്ലെങ്കിൽ ലക്ഷ്യമായിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ യുവർ സോൺ സൈനിങ് ഓഫ്. ബൈ.